ക്രിസ്തുമസ് ധ്യാനം 13-ാം ദിവസം. മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യങ്ങൾ. ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ 3 ദൈവത്തിന്റെ മഹത്വീകരണം, ലോകത്തിന്റെ വിശുദ്ധീകരണം, മനുഷ്യകുലത്തിന്റെ ഏകീകരണവും രക്ഷയും. 1. ദൈവത്തിന്റെ മഹത്വീകരണം. യോഹന്നാൻ 3:16 പറയുന്നത് പോലെ നാം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവപിതാവിന്റെ അനന്തമായ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തുക. 1 യോഹന്നാൻ 4:10 പറയുന്നത് പോലെ നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. മാത്രമല്ല, നമ്മെ ദൈവത്തെപ്പോലെയാക്കാൻ നമ്മെപ്പോലെ ആയിത്തീർന്ന പുത്രൻ തമ്പുരാൻ്റെ മഹത്വവും കരുണയും കൃപയും മനുഷ്യാവതാരത്തിലൂടെ ലോകത്തിന് വെളിപ്പെട്ടു. യോഹന്നാൻ 1:14-16. 2. മനുഷ്യാവതാരത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം മനുഷ്യകുലത്തിൻ്റെയും ലോകത്തിൻ്റെ മുഴുവനും വിശുദ്ധീകരണമാണ്. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം വഴി പാപപങ്കിലമായ മർത്യ ശരീരത്തെ തന്നിലേറ്റെടുത്ത് വിശുദ്ധീകരിച്ച് തൻ്റെ ദൈവത്വത്തോട് അവിടുന്ന് ഐക്യപ്പെടുത്തി. 3. മനുഷ്യകുലത്തിൻ്റെയും ലോകത്തിൻ്റെ മുഴുവനും ഏകീകരണവും രക്ഷയും. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യോഹന്നാൻ 3:17. മനുഷ്യാവതാരത്തിൻ്റെ ഈ 3 ലക്ഷ്യങ്ങളും ശരിയായി മനസ്സിലാക്കുന്നതിനും അവ ഇന്ന് നമ്മുടെ ഇടയിൽ നിറവേറുന്നതിനുമുള്ള കൃപയ്ക്കായി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. മലങ്കര ആരാധന ക്രമപ്രകാരമുള്ള ജനന പെരുന്നാളിലെ തീ ഉഴലിച്ച ശുശ്രൂഷയിൽ പെരുന്നാളുകളുടെ പുസ്തകം പേജ് 70 നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള നിന്റെ മനുഷ്യാവതാര വൃത്താന്തം തികച്ചും അവർണ്ണനീയമാകുന്നു. ആകയാൽ അത്ഭുത ശിശുവേ, കന്യകമറിയാമിൽ നിന്നുള്ള നിന്റെ വിശുദ്ധവും മഹനീയവുമായ ജനനത്തിൻ്റെ ഈ ദിവസത്തിൽ തിരുസന്നിധിയിൽ അർപ്പിക്കുന്ന ഈ സുഗന്ധ ധൂപം മുഖാന്തരം ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ അത്ഭുതകരമായ ശരീരധാരണത്തെക്കുറിച്ച് യഥാർത്ഥമായ ജ്ഞാനവും ഞങ്ങളുടെ രക്ഷയെ പ്രതി താൽപ്പര്യത്തോടുകൂടെയുള്ള നിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സത്യവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കെല്ലാവർക്കും കടങ്ങളുടെ പൂർണ്ണ പരിഹാരവും പാപമോചനവും ആത്മശരീരങ്ങൾക്ക് പൂർണ്ണ വിടുതലും നൽകണമേ. കർത്താവേ, നീ പാപികളെ നിർമ്മലമാക്കി പാപമോചനം നൽകുന്നവനും അനുതാപികളെ പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നവനും സഭാമക്കൾക്കെല്ലാവർക്കും നിത്യസഹായിയും സഹായവും ആയിരിക്കണമേ. ആമേൻ.